1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ്. കൂട്ടബലാത്സംഗം ചെയ്തത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. കൂട്ടബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നു. അന്വേഷണ സംഘത്തലവൻ ബൈജു പലോസ് എം കോടതിയിലേക്ക് എത്തുകയാണ്. ഓരോ വകുപ്പുകൾ തിരിച്ച് വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യം ഇപ്പോൾ പരിഗണിക്കുന്നത് കൂട്ടബലാത്സംഗമാണ്. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞിരിക്കുന്നു. 1-ാം പ്രതിയായ പൾസസുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ, 4-ാം പ്രതി വി പി വിജീഷ്, 5-ാം പ്രതി എച്ച് സലീം, 6-ാം പ്രതി പ്രദീപ്. ഇവർക്കെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കും. ഇനി 7, 8, 9, 10 പ്രതികളുടെ കാര്യമാണ് അറിയേണ്ടത്. ചാർലി തോമസ്, നടൻ ദിലീപ്, സനിൽകുമാർ, ജി ശരത്, അവരുടെ വിധി എന്താണ്? അവരെ വെറുതെ വിടുകയാണോ കോടതി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയും പറഞ്ഞിട്ടില്ല. കൂട്ടബലാത്സംഗ കുറ്റം നിലനിൽക്കും. 1 മുതൽ 7-ാം പ്രതിയെ വെറുതെ വിട്ടു. 7-ാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. 7-ാമത്തെ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. 8-ാമത്തെ പ്രതി ദിലീപിനെ വെറുതെ വിട്ടു. നിരാശാജനകമായ വിധിയാണ് വരുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ കൊട്ടേഷൻ നൽകിയുള്ള ബലാത്സംഗ കേസ് എന്നുള്ളത് നിലനിൽക്കില്ല എന്ന രൂപത്തിൽ വിധി വരികയാണ്. 7-ാം പ്രതി ചാർലി തോമസ് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. 7 പ്രതികൾ 7-ാം പ്രതിയും വെറുതെ വിട്ടിരിക്കുന്നു. 6 പ്രതികൾ മാത്രമാണ് കുറ്റക്കാർ. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരുന്ന 8-ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഗൂഢാലോചന തെളിവില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ആദ്യ 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ആദ്യ 6 പ്രതികൾക്കെതിരായ ഏറ്റവും നിരാശാജനകമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിജീവിത കടന്നുപോയ സാഹചര്യങ്ങൾ, അതിജീവിത മുന്നോട്ട് വെച്ച തെളിവുകൾ, കേസിന്റെ ഓരോ ഘട്ടത്തിലും പ്രതികൾക്ക് കിട്ടിയിരുന്ന സാമ്പത്തിക സഹായം, ഇതിൽ നടന്ന ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായിട്ടില്ലെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വനിതാ ജഡ്ജിയെ വേണമെന്ന് അതിജീവിത തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു വനിതാ ജഡ്ജി വരുന്നു. പിന്നീട് ആ കോടതിയിൽ നടന്നത് അതിജീവിതയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നില്ല. അതിനുശേഷം കോടതി മാറണമെന്നാവശ്യമായി അതിജീവിത മേൽക്കോടതിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അത് കോടതി കേട്ടില്ല. ആശ്വാസം ദിലീപിനാണ്. അതിജീവിതയ്ക്കൊപ്പം നീതി തേടി അതിനൊപ്പം നിലയുറപ്പിച്ചവർക്ക് എല്ലാവരും തന്നെ അവൾക്കൊപ്പമുണ്ട്. പക്ഷേ സ്മൃതി, ഇതൊരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ അതിജീവിത 8.5 വർഷം നീണ്ട ഒരു പോരാട്ടം നടത്തി. എന്താണോ തനിക്ക് നേരിട്ട അനീതി, ആ അനീതി തുറന്നു കാട്ടിക്കൊണ്ടാണ് അവൾ നിൽക്കുന്നത്. അവളുടെ ചിരി മായില്ല. അവൾക്കെതിരെ കൂട്ടബലാത്സംഗം നടത്താൻ തുടങ്ങി. കോടതി വളപ്പിൽ ദിലീപ് ഫാൻസിന്റെ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിരിക്കുക. ഞാൻ റോഷിബാലിലേക്ക് പോകുന്നു. റോഷിബാൽ, ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ദിവസമായിരുന്നു ഇത്. 8.5 വർഷം കഴിയുമ്പോൾ ഒരു നീതി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള തീരുമാനം കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവുക ഋഷിപാൽ? സ്മൃതി, അരുൺകുമാർ സുജിയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവിത കഴിഞ്ഞ 8.5 വർഷക്കാലം നടത്തിയ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം ആണ് അവർ നടത്തിയ പോരാട്ടം. അത് നിരാശാജനകമായ രീതിയിൽ വിധി വരുമ്പോൾ ഈ പുറത്തു വന്ന തെളിവുകൾ, ആ തെളിവുകളൊക്കെ എന്താണ് എന്ന ഒരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. കാരണം ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ അത് പൊതു ഇടത്ത് കിടക്കുകയാണ്. അത് 8-ാം പ്രതിയായ ദിലീപിനെതിരെയുള്ള തെളിവുകളാണ്. ആ തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ യാഥാർത്ഥ്യമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അത് 1-2 പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല, ഏറ്റവും പ്രഗത്ഭരായ വലിയ സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ഇത് കൃത്യമായി തെളിവുകൾ ശേഖരിക്കുകയും അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തതാണ്. ദിലീപിന് ഈ കേസിലുള്ള പങ്കാളിത്തം തെളിയിക്കുന്ന രീതിയിലുള്ള മൊഴികൾ ആദ്യഘട്ടം മുതൽ തന്നെ അത് FIS എന്ന നിലയിൽ പോലീസിന്റെ കൈകളിലെത്തി. പക്ഷേ അത് കോടതിയിലേക്ക് എത്തുമ്പോൾ 28 പ്രധാനപ്പെട്ട സാക്ഷികൾ, അത് അന്നത്തെ AMMയുടെ സെക്രട്ടറിയായ ഇടവേള ബാബു അടക്കം സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ഭാമ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും മൊഴിമാറ്റുന്ന സാഹചര്യം. അവർ നേരത്തെ 8-ാം പ്രതിയായ ദിലീപിന് പൂർവ്വവൈരാഗ്യം ആക്രമിക്കപ്പെട്ട നടിയോടുണ്ടെന്ന് കൃത്യമായി തെളിയിക്കുന്ന മൊഴിയായിരുന്നു പോലീസിന് നൽകിയത്. പക്ഷേ കോടതിക്കകത്തേക്ക് എത്തുമ്പോൾ അവർ സ്വാധീനത്തിനോ ഭീഷണിക്കോ വഴങ്ങി അവർ മൊഴിമാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നത് പ്രധാനമാണ്. പിന്നീട് അങ്ങോട്ട് തെളിവ് നശിപ്പിക്കാനുള്ള വ്യഗ്രതയായിരുന്നു പ്രതിയും സംഘവും നടത്തിയത്. അതിന്റെയൊക്കെ തെളിവ് നശിപ്പിക്കാൻ നടത്തിയ ശ്രമം, കേസ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം എല്ലാം പുറത്തെത്തിക്കഴിഞ്ഞു. അങ്ങനെയാണ് പലതവണ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ശിക്ഷാവിധിയിൽ വാദം 12-നാണ്. 6 കുറ്റക്കാരേ ഉള്ളൂ എന്നുള്ളതാണ്